കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിച്ച ആ സ്വഭാവം അനുസരിച്ചുകൊണ്ടാവണം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. നമുക്ക് എല്ലാവരും കൂടിക്കൊണ്ടിട്ട് ആരും ഭിന്നിച്ച് നിൽക്കാതെ എല്ലാ നിലക്കും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു സംഘമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ വാർത്താ മാധ്യമങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്, സംസ്ഥയുള്ള ജമിയത്തുൽ ഉലമ എന്നുള്ളത് ഒരു വലിയൊരു സംഘടനയാണ്. വ്യക്തികൾക്ക് മാന്യത ഉണ്ടാവും, അവർക്ക് ചില എതിർകളൊക്കെ ഉണ്ടാവും, അതുപോലെ സംഘടനകൾക്കും ഉണ്ടാവും. അപ്പോൾ സംസ്ഥയുള്ള ജമിയത്തുൽ ഉലമയെ ഇകഴ്ത്തുന്ന നിലക്കുള്ളതായ ഏതെങ്കിലും വാർത്തകൾ, ഞാൻ ഇന്ന് രാവിലെ ഒരു ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ, ആ ചാനലിൻ്റെ പ്രത്യേക അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ശകാരിച്ചു രാവിലെ. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീന, ആരെങ്കിലും തോക്കേറ്റ് വന്നീന. വളരെ സൗഹൃദമായ നിലക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനത്തിലെത്തി. ആ നിലയ്ക്ക് നമ്മൾ നല്ല ഒരു വിട്ടുവീഴ്ച എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയിരുന്നു. ഈ സമസ്ത ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത്. ഞാനതിന് മറുപടി ഇവിടുന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങി. അല്ലെങ്കിൽ നമ്മൾ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കണം നമുക്കുള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു പോറലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തണം, അതിനെ സ്നേഹിക്കണം, അതിനെ ബഹുന്നോ അല്ലെങ്കിൽ കുഴങ്ങി നിന്നുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ശക്തി. ഏതെങ്കിലും ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് യാതൊരു സംശയമില്ല എന്ന് എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്തിക്കൊണ്ടിട്ട് ഈ നൽകിയതായ സ്വീകരണത്തിലേക്ക്, ഈ രാജകീയമായ സ്വീകരണത്തിലേക്ക് നന്ദി എന്നുള്ള വാക്കിൽ അവസാനിപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സ്വാലിഹായ അമലായി കൊണ്ട് കബൂൽ ചെയ്യട്ടെ. നമുക്കൊക്കെയുള്ള ഹസനാത്തിൻ്റെ